കൂട്ടുകാരെ, ഇന്ന് നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നൊരു കുക്കിംഗ് വീഡിയോ തന്നെയാണ്. എൻ്റെ കയ്യിൽ കുറച്ച് മുളക് ഇരിക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ മുളകാണ്. ഇത് വെച്ചിട്ട് നമുക്കിന്നൊരു പച്ചടി ഉണ്ടാക്കിയെടുക്കാം. മുളകാകുമ്പോൾ എല്ലാവരും വിചാരിക്കും ഭയങ്കര എരിവൊക്കെ അല്ലേന്ന്. എരിവൊന്നും ഇല്ലാണ്ട് പ്രത്യേക ഒരു മധുരമൊക്കെ ഉള്ളൊരു പച്ചടിയാണ് ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ സാമ്പാറിലൊക്കെ ഇടുന്ന പുളിയാണ്. അത് നമ്മൾ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് കുറച്ച് നല്ല കുറച്ച് കറുത്ത പുളിയാണ്. ഈ പുളിവെള്ളത്തിലേക്ക് നമുക്ക് രണ്ടായിട്ട് മുളക് സൈഡ് ഇങ്ങനെ കീറിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണം. എല്ലാ മുളകും ഞെട്ടിയൊന്നും കളയണ്ട, മഞ്ഞ് ഞെട്ടിയൊന്നും കളയാതെ തന്നെ സൈഡിലൂടെ വരഞ്ഞിട്ട് ഒന്ന് കീറിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ മുറിഞ്ഞു പോകണമെന്നില്ല, ഒന്ന് കീറിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. എല്ലാ മുളകും നമുക്ക് അതേപോലെ കീറിയിട്ടിട്ട് കൊടുക്കാം. ഇത് എല്ലാവരും വിചാരിക്കും ഭയങ്കര എരിവാണെന്നൊക്കെ. നമ്മൾ ഇഞ്ചിപ്പുളി പോലത്തെ മുളക് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ഇതിന് മുളകാ പച്ചടി എന്നാണ് പറയുക. നമുക്ക് ഇന്നും കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ട്. നമ്മൾ അതുകൂടെ വറുത്തെടുക്കുകയാണ്. നമ്മളിത് ഈ പുളിവെള്ളം മുളകും കൂടെ നന്നായിട്ട് അടുപ്പത്ത് വെച്ച് നല്ലോണം തിളപ്പിച്ച് മുളക് നല്ലോണം വെന്ത് വരണം. അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ച് കൊടുക്കാം. നമ്മളിത് വേവിക്കാൻ വെക്കുമ്പോൾ ഇതിൽ ഉപ്പ് ഒന്നും ചേർത്ത് കൊടുക്കരുത്. മുളകും പുളിവെള്ളവും മാത്രം ചേർത്താൽ മതി. അപ്പോഴേക്കും നമുക്ക് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് കടുക് എടുത്തിട്ട് 2-3 സ്പൂൺ കടുക് എടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഒന്ന് ചതഞ്ഞാൽ മതി, പൊടിഞ്ഞു പോകരുത്. നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. നമ്മൾ കണ്ണിമാങ്ങ അച്ചാറൊക്കെ ഇടൂലേ, കടുമാങ്ങ അച്ചാറൊക്കെ ഇടുമ്പോൾ കടുക് ചതക്കുന്ന പോലെ നന്നായിട്ട് ചതച്ചെടുക്കാം. കടുക് വറക്കൊന്നും ചെയ്യണ്ട, പച്ചക്കടുക് തന്നെ മതിയേ. നന്നായിട്ട് ചതഞ്ഞ് വന്നിട്ടുണ്ട് കടുക്. ഇത് നമ്മുടെ മുളകും പുളിയും കൂടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമ്മൾ ഉപ്പിലൊക്കെ ഇടുമ്പോൾ മുളകിന് കളർ വ്യത്യാസം വരില്ലേ, അതുപോലെ അങ്ങനെ വെന്ത് വരണം. ഇതിങ്ങനെ കാണുമ്പോൾ വിചാരിക്കും നല്ല എരിവുള്ളൊരിതാണെന്ന്. ഇത് എരിവൊന്നും ഉണ്ടാവില്ല. കുറച്ച് മധുരമൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മൾ സദ്യയിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് ഉണ്ടാക്കാറ്. ഓണത്തിനും വിഷുവിനൊക്കെ നമ്മൾ സദ്യ ഉണ്ടാക്കുമ്പോൾ ഇഞ്ചിപ്പുളി അതുപോലെ ഇത് മുളക് വെച്ചിട്ടൊരു പുളി കൂടെ ഉണ്ടാക്കുന്നതാണ്. നന്നായിട്ട് മുളക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ 2 അച്ച് വെല്ലമാണ് ഇട്ട് കൊടുത്തിട്ടില്ലേ, ആദ്യം ഒരു 1.5 അച്ച് ഇട്ട് കൊടുത്തിട്ട് മധുരം നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ പിന്നെയും ചേർത്ത് കൊടുക്കാം. നമ്മളൊരു വലിയൊരു അച്ച് ബെല്ലും പിന്നെ ഒരു ചെറിയ കഷ്ണം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബെല്ലം നന്നായിട്ട് അലിഞ്ഞ് വരണം. ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ മാത്രം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ബെല്ലമൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വരണം. മുളകിലേക്ക് ഉപ്പും മധുരവും ഒക്കെ നന്നായിട്ട് പിടിച്ച് വരണം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് തിളച്ച് ബെല്ലും പുളിവെള്ളം എല്ലാം കൂടെ നന്നായിട്ട് തിളച്ച് വെന്ത് കുറുകി വരണം. വെള്ളം പൊടിച്ചിട്ട് കൊടുത്താൽ പെട്ടെന്ന് അലിഞ്ഞു വരും. നമ്മളിത് പൊടിച്ചിടുന്നില്ല. എന്താ മധുരം കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പം ഒരു ചെറിയൊരു കഷ്ണം കൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ നമ്മൾ വെള്ളമൊക്കെ നന്നായിട്ട് അലിഞ്ഞ് പുളിയും മുളകും എല്ലാം നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. ഒന്ന് കുറുകി വരുമ്പോൾ നമ്മൾ അതിലേക്ക് നേരത്തെ ചതച്ച് വെച്ച കടുക് ചേർത്ത് കൊടുക്കുക. കടുക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി കടുകും ഇതെല്ലാം കൂടെ ഒന്നും കൂടെ തിളച്ച് കുറുകി വരണം.
നന്നായിട്ട് കടുകൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് തിളച്ച് കുറുകി വരുന്നുണ്ട്. നന്നായിട്ട് കുറുകി വന്നു കഴിയുമ്പോൾ നമുക്കതിലേക്ക് വറവ് ചേർത്ത് കൊടുക്കുക. അതിനായിട്ട് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് കടുകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. കുറച്ച് കടുക് ചേർത്ത് കൊടുത്താൽ മതി. വറവിലേക്ക് ഉണക്കമുളക് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കണം. കറിവേപ്പിലേക്ക് ഇട്ട് നന്നായിട്ട് പൊട്ടുന്നുണ്ട് കറിവേപ്പില. വറവൊക്കെ ഒഴിച്ച് കൊടുക്കുക. നമ്മുടെ ഈ മുളകപ്പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. നമ്മൾ ഇഞ്ചിപ്പുളി പോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. എരിവൊന്നും ഉണ്ടാവില്ല. നമ്മൾ പാകത്തിന് നമുക്ക് കഴിക്കാൻ പാകത്തിനുള്ള എരിവ് തന്നെ ഉള്ളൂ. കൂടുതൽ എരിവൊന്നും ഉണ്ടാവില്ല. മധുരമൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. നമുക്ക് ഫ്രിഡ്ജിൽ ഇങ്ങനെ എടുത്ത് സൂക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് പുറത്ത് തന്നെ വെച്ചാൽ പെട്ടെന്ന് കേടായി പോകുന്നില്ല. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് ഷെയറും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.